4 വീല് മുതൽ ഇനി എത്ര വീലുള്ള വണ്ടിയാണോ 56 വീല് വണ്ടിയാണെങ്കിലും ആ വാഹനത്തിലും ഇത്രയും സാധനം കൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ളൂ. അപ്പൊ അതിലെല്ലാം എന്റെ വണ്ടിയിലെ സാധനങ്ങളെല്ലാം നിങ്ങളുടെ വണ്ടിയിലുണ്ട്. അത് കൃത്യമായിട്ട് കയ്യും കാലും എങ്ങനെയാണ് വെക്കേണ്ടതെന്നും അത് നിങ്ങളുടെ വണ്ടിയിൽ ഇരിക്കുന്ന വണ്ടിയിൽ നിങ്ങളുടെ കയ്യും കാലം കൊണ്ട് വെച്ചാൽ ഇതേപോലെ നിങ്ങളുടെ വീട്ടിൽ കിടന്ന വണ്ടി എടുക്കാം. അതാണ് ഞാൻ കൃത്യമായിട്ടും ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. കയറി നിന്ന് സീറ്റ് പറ്റി വിട്ടു പോയി മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വണ്ടി ഒരേ രീതിയിലല്ലാത്തതുകൊണ്ട് പ്രീമിയം വണ്ടിയൊക്കെ ഉണ്ടാകും. കാരണം പലരും എന്ത് ചെയ്യും, സീറ്റ് പറ്റി വിട്ട് പഠിപ്പിച്ച രീതി വെച്ച് പോയി സീറ്റ് പറ്റി വിട്ട് പോയി മിററെ പോയി തപ്പും എന്ന് പറഞ്ഞാൽ അത് കംപ്ലൈന്റ് ആയെന്ന് ഓർക്കും. കംപ്ലൈന്റ് ആയതല്ല, കാരണം അത് പ്രീമിയം വണ്ടി ആയതുകൊണ്ട് അതിനുശേഷം നമുക്ക് സീറ്റ് ബെൽറ്റ് ഇടണം. കാരണം നമ്മൾ ഇനി ഓടാൻ പോവുകയാണ്. അപ്പൊ ഇതുവരെ നമുക്ക് സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ പ്രത്യേക മിററൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് നമുക്ക് കഴിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഓടാൻ പോവുകയാണ്, നമുക്ക് സീറ്റ് ബെൽറ്റ് അത്യാവശ്യമാണ്. ഫ്രണ്ടിൽ ഒരു ഹമ്പുണ്ട്, ഞാൻ സെക്കൻഡ് ഗിയറിലാണ്, ചെറിയൊരു കയറ്റം കൂടെയാണ്. എന്ത് ചെയ്യുന്നു, ആക്സിലേറ്ററിന് കാലിച്ച് ചെറുതായിട്ട് ക്ലച്ചൂടെയും ചവിട്ടി അതിന്റെ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്തു, ആ ക്ലച്ച് ചവിട്ടിയതിന്റെ കൂട്ടത്തിൽ ഫ്രണ്ട് വീൽ ഇറങ്ങിയപ്പോഴേ ഞാൻ ക്ലച്ചിന്റെ കാലെടുത്ത് ചെറുത്. ഈ ഒരു വീഡിയോ കാണുന്ന ഒരു 90% ആൾക്കാർക്കും പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയറ്റത്ത് ആക്സിലേറ്റർ കൊടുക്കാനാണ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. വളരെ എളുപ്പത്തിൽ എങ്ങനെ പേടി കൂടാതെ റോഡിലൂടെ ഒരു വാഹനം ഓടിക്കാം എന്നതിനെ പറ്റിയാണ്. ഞാൻ കൃത്യമായിട്ട് ഓടിച്ച് തന്നെ അത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് പറയുന്നതും അത് ചെയ്യുമ്പോൾ കാണുന്നതും എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും. അതുകൊണ്ട് നിങ്ങൾ വാഹനം ഓടിച്ച് തുടങ്ങുന്ന ഒരാൾക്കാരാണെങ്കിൽ, വാഹനം ഓടിക്കുന്നവർക്ക് വേണ്ടി, എക്സ്പെർട്ടായ ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ലൈസൻസ് ഉണ്ടായിട്ടും സ്വന്തം വണ്ടിയിലെ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറാത്തവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ മാത്രം ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ഒരു വാഹനമാണ് ഓടിക്കേണ്ടത്. പക്ഷെ ഒരു വാഹനം ഓടിക്കണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടൊരു വാഹനം എടുക്കാതെ ഓടിക്കാൻ കഴിയില്ല. എവിടെയാണെങ്കിലും ഒരു വാഹനം ഓഫ് ചെയ്ത വാഹനം മൂവ് ആകുന്നിടം വരെ ഓരോ കാര്യങ്ങളും ചെയ്യാനുണ്ട്. അപ്പൊ കൃത്യമായിട്ട് അത് ക്രമമായിട്ട് ചെയ്യാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ആ വാഹനം ഓടിക്കാൻ കഴിയില്ല. എല്ലാവരും പല പല രീതിയിലാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിനായിട്ട് പലയിടത്തും കടന്നു പോകുമ്പോഴും ഞാൻ പലരോടും ചോദിക്കാറുള്ളത്, ഇതുവരെ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്താണ് നിങ്ങളെ പഠിപ്പിച്ചത്? അപ്പൊ നിങ്ങളെ പഠിപ്പിച്ചതിന്റെ അതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു വാഹനത്തിൽ സ്വന്തം വണ്ടി വീട്ടിൽ കടന്നിട്ടും ആരോടും അഭിപ്രായം ചോദിക്കേണ്ട, ആരെയും സമയം ചോദിക്കേണ്ട, ആ വാഹനത്തിൽ കയറി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പേടി തോന്നാനുള്ള കാരണം. അപ്പൊ അതുകൊണ്ടും അങ്ങനെയുള്ളവരെ കൃത്യമായ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചാണ് എനിക്കൊരു വ്യൂസ് കിട്ടാനോ മറ്റുള്ളവരെ റീച്ച് കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ല ഞാൻ അത് ചോദിക്കുന്നത് പറയുന്നത്. കാരണം അങ്ങനെയുള്ളവരെ ഞാൻ ഒരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് കൊടുത്ത് ഒരു റോഡിൽ കൂടെ ഓടിച്ച് സ്റ്റിയറിംഗിൽ പോലും തൊടാതെ ഓടിപ്പിച്ച് അത് കാണുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. ഇത്രയും കാര്യങ്ങൾ അറിയാത്ത ഒരാളെ ഇത്രയും ട്രെയിൻ ചെയ്ത് ആ വാഹനം ഓടിക്കണമെന്നുണ്ടെങ്കിൽ അവരെന്ത് പഠിച്ചിട്ടാണ് അതുവരെ ഇരുന്നതെന്നും അത് കഴിഞ്ഞ് എന്തെല്ലാം പഠിച്ചെന്നുള്ളതും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടിയാണ്, ആഗ്രഹങ്ങളുണ്ട്, അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞിരുന്നത്. ഈ വീഡിയോയിലൂടെ എന്താണ് ട്രിക്കും ടിപ്സും പറയുന്നത് വെച്ചാൽ, പലർക്കും പല പല മിസ്റ്റേക്കുകളാണ്. കാരണം ഒരാളുടെ മിസ്റ്റേക്ക് അല്ല മറ്റൊരാളുടെ മിസ്റ്റേക്ക് അല്ല. അത് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും. ഞാൻ പലരോടും ചെന്ന് ചോദിക്കുന്നത്, നിങ്ങൾ പറഞ്ഞത് മിസ്റ്റേക്ക് ആണോ എന്ന് നിങ്ങളുടെ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന മിസ്റ്റേക്ക്, നിങ്ങളോട് പറഞ്ഞു തന്ന മിസ്റ്റേക്കും ചിലപ്പം പല പല മിസ്റ്റേക്കാണ്. അപ്പൊ ഇന്ന മിസ്റ്റേക്കാണ്, അത് മാറിയാൽ മതി എന്നൊക്കെ ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയാതിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്ക് അതല്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ സ്വന്തം വണ്ടി വീട്ടിൽ കിടന്നിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും കഴിയാതെ വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആ ട്രിക്കും ടിപ്സും ഞാൻ വീഡിയോ പറയാത്ത. പലർക്കും പല പല മിസ്റ്റേക്കാണ്. നമുക്ക് ഒരു പനി വന്നാൽ തന്നെ പലതരത്തിലാണ്. ചിലർക്ക് ഒന്ന് നടന്നാൽ മാറും, ചിലർക്കൊന്ന് വ്യായാമം ചെയ്താൽ മാറും, ചിലർക്ക് നാഭി പിടിച്ചാൽ മാറും, ചിലർക്ക് ഗുളിക കഴിച്ചാൽ പോലും മാറില്ല എന്ന് പറഞ്ഞതുപോലെ പനിയാണ് സംഭവം. പക്ഷെ എന്ന് പറഞ്ഞതുപോലെ ഡ്രൈവിംഗ് ആണ് ചെയ്യാനുള്ളത്. പക്ഷെ പല പല മിസ്റ്റേക്കുകളുണ്ടാണ് നമുക്ക് പേടികൾ മാറാത്തതിന്റെ കാരണം. അതുകൊണ്ടാണ് ട്രിക്കും ടിപ്സും പറയാം. അപ്പൊ നിങ്ങൾക്ക് വണ്ടി ഓടിക്കണം താല്പര്യമുണ്ടോ, എന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ആഗ്രഹമുള്ളതാണെങ്കിൽ നിങ്ങൾ എന്റെ ജില്ല ഏതാണ് കരുതുന്നുണ്ട്. പലരും ഇപ്പോഴും വിളിച്ച് ചോദിക്കാറുണ്ട്. പിന്നെ പലരും പൂർണ്ണമായിട്ട് ഒരു വീഡിയോ കേൾക്കാതെയോ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കാതെയോ പലരും വിളിച്ചിട്ട് ചോദിക്കാറുണ്ടോ, ഇത്രയും ദൂരമാണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് ഇപ്പൊ എന്നെ എന്നല്ല എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മളൊരാളെ കോൺടാക്ട് ചെയ്യുമ്പോൾ
നിങ്ങൾ വിശദമായ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ ഒരാളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്തെല്ലാമാണ് ചെയ്യാൻ പറയുന്നത്, അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ ഒരാളെ കോൺടാക്ട് ചെയ്യാൻ. പകുതി കേട്ടു ഒരു നമ്പർ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിളിച്ച് ചോദിച്ചതാ, അങ്ങനെ ആകരുത്. അപ്പം നിങ്ങൾക്ക് എന്ത് വ്യക്തതയാണോ, നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളപ്പോൾ വീഡിയോ കാണുന്നത്, കംപ്ലൈന്റ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അത് ഡ്രൈവിങ്ങിനെ പറ്റിയാണ്. അപ്പൊ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്റെ വണ്ടിയിൽ വന്ന് പഠിപ്പിക്കുമെന്നാണ്, എന്റെ ജില്ല ഏതാണെങ്കിലും വരുമെന്നാണ്, അങ്ങനെയാണോ പറയുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇന്നടത്താണോ, ഇത്രയും ദൂരം വരുമോ, അങ്ങനെ ചോദിക്കണം. കാരണം ഇത് അങ്ങനെ കാണാത്തത് എന്തെങ്കിലും നമ്പർ കിട്ടി വിളിക്കുന്നവരായിരിക്കും അങ്ങനെയൊക്കെ ചോദിക്കും. ഞാനിപ്പോ നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം താല്പര്യമുണ്ടോ, എന്റെ ജില്ല ഏതാണെന്ന് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമേ നമ്മളൊരു വാഹനത്തിൽ കയറിയിരുന്നു സീറ്റ് ബെൽറ്റ് ഒന്നും ഇടാനല്ല നമ്മൾ പഠിക്കേണ്ടത്. കാരണം ഞാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പല ഇടത്തും ചെന്നിട്ട് ചോദിക്കുന്നത്, എന്തെല്ലാം ചെയ്തിട്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ട് ഒരു വാഹനം എടുക്കാനാണ് ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്, പഠിപ്പിച്ചത് എന്തൊക്കെയാണ്. അപ്പൊ ഒരിടത്ത് ഒരാൾ എന്ന് പറയുന്നതല്ല വേറൊരാൾ പറയുന്നത്, വേറൊരാൾ പറയുന്നതല്ല വേറൊരാൾ പറയുന്നത്, വേറൊരാൾ ചെയ്യുന്നതല്ല വേറൊരാൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ആ വണ്ടി കയറാൻ ബുദ്ധിമുട്ട് വരുന്നത്. നമ്മൾ ആദ്യമേ കയറി നമുക്ക് സീറ്റ് ബെൽറ്റിന്റെ ആവശ്യമുണ്ട്. ഒരു വാഹനം ഓടിക്കുന്നവർക്ക് ആവശ്യമാണ് സീറ്റ് ബെൽറ്റ്. അത് വാഹനം ഓടിക്കുമ്പോൾ മതി, ഒരു വാഹനം എടുക്കാതെ എന്തായാലും നമുക്ക് ഓടിക്കാൻ കഴിയില്ല. അപ്പൊ നമുക്ക് ആ വാഹനത്തിൽ കയറിയിരുന്ന് മൂവ് ആകുന്നിടം വരെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഈ സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ടിരുന്നാൽ വണ്ടി തനിയെ മൂവ് ആവില്ല. ഒരു ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ടിരുന്ന വണ്ടി മൂവ് ആവില്ല. ഒരു ഓൺ അടിക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നാലോ അല്ലെങ്കിൽ ഓൺ അടിച്ചോണ്ടിരുന്നാലോ വണ്ടി മൂവ് ആവില്ല. അപ്പൊ നമുക്ക് ആ വണ്ടിയെ മൂവ് ആക്കുന്നിടം വരെ കൃത്യമായ ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനായിട്ട് നമ്മളൊരു വാഹനത്തിൽ കയറിയിരുന്നാൽ നമുക്കൊരു വാഹനം ഓടിക്കണം, ഒരാളുടെ നീളമല്ല മറ്റൊരാളുടെ നീളം. അപ്പൊ അതിന് വേണ്ടിയിട്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഹനത്തിൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളും ഉണ്ട്. അപ്പൊ കയ്യും കാലും നമ്മൾ കയ്യും കാലും കൊണ്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ടും കയ്യും കാലും എത്തത്തക്ക പോലെ, അതായത് കാലുകൊണ്ട് നമ്മൾ ക്ലച്ച് ബ്രേക്ക് ആസ്വദിച്ച് ചവിട്ടുന്നു, കൈ കൊണ്ട് സ്റ്റിയറിംഗും ഗിയറിലും പിടിക്കുന്നു. അപ്പൊ ഇത് കൃത്യമായിട്ട് നമുക്ക് എത്തത്തക്ക രീതിയിൽ എന്ത് ചെയ്യണം, സീറ്റ് ക്ലിയർ ചെയ്യണം. ഞാൻ ആദ്യമേ സീറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടിയോട്ട് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ആദ്യമേ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടു. എനിക്ക് ഈ സീറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും അനങ്ങുമോ ഈ സാധനം? ഇല്ല. ഞാൻ ആദ്യമേ കയറി ഇന്ന് സീറ്റ് ബെൽറ്റ് ഇട്ടു. എനിക്ക് ആ മിറർ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ആദ്യമേ കയറി ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിലോട്ട് കയറിയിരുന്നാൽ സീറ്റ് ക്ലിയർ ചെയ്യണം. എന്ത് ജോലിയിലായാലും നമ്മുടെ ഇരിപ്പിടം ക്ലിയർ ചെയ്യണം. ആ ഇരിപ്പിടം ക്ലിയർ ചെയ്യാതെ നമുക്ക് ആ ജോലി ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ വീഡിയോ ഇച്ചിരി ലെങ്തി ആണെന്ന് പറഞ്ഞ് നിങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് പോകരുത്. കാരണം നിങ്ങൾക്ക് തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഈ വ്യക്തമായ കാര്യങ്ങൾ. എന്റെ വണ്ടിയിലെ സാധനങ്ങൾ നമുക്കൊരു ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഒരു 4 വീല് മുതൽ ഇനി എത്ര വീലുള്ള വണ്ടിയാണോ, 56 വീല് വണ്ടിയാണെങ്കിലും ആ വാഹനത്തിലും ഇത്രയും സാധനം കൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ളൂ. അപ്പൊ അതിലെല്ലാം എന്റെ വണ്ടിയിലെ സാധനങ്ങളെല്ലാം നിങ്ങളുടെ വണ്ടിയിലുണ്ട്. അത് കൃത്യമായിട്ട് കയ്യും കാലും എങ്ങനെയാണ് വെക്കേണ്ടതെന്നും അത് നിങ്ങളുടെ വണ്ടിയിൽ ഇരിക്കുന്ന വണ്ടിയിൽ നിങ്ങളുടെ കയ്യും കാലും കൊണ്ട് വെച്ചാൽ ഇതേപോലെ നിങ്ങളുടെ വീട്ടിൽ കിടന്ന വണ്ടി എടുക്കാം. അതാണ് ഞാൻ കൃത്യമായിട്ടും ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക. ആദ്യമേ നമ്മൾ വാഹനത്തിൽ കയറി ഇരുന്നാൽ, സീറ്റിൽ ഇരുന്നാൽ ബ്രേക്കിൽ ചവിട്ടി സ്റ്റിയറിംഗിൽ പിടിച്ചോണ്ട് വേണം എന്ത് ചെയ്യാൻ, സീറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത്, കാരണം പലരും ഇങ്ങനെ എന്ത് ചെയ്യും, സ്റ്റിയറിംഗിൽ പിടിച്ചോണ്ട് മാത്രം ചെയ്യും. അപ്പൊ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ക്ലച്ചിലും ബ്രേക്കിലും എത്തണമെന്നില്ല. ബ്രേക്കിൽ ചവിട്ടി സ്റ്റിയറിംഗിലും പിടിച്ചോണ്ടാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അറിയാം, കയറി പോയിട്ടുണ്ടെങ്കിലും ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിലും അറിയാൻ പറ്റും. അപ്പൊ നിങ്ങൾ ബ്രേക്കിലും സ്റ്റിയറിംഗിലും പിടിച്ചോണ്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ചാര അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈ മാറി ഈ ഭാഗത്തായതുകൊണ്ട് റൈറ്റ് കൈ കൊണ്ട് നമ്മൾ ആ ക്ലിപ്പിൽ പിടിച്ച് പൊക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിടിച്ച് വലിക്കൊന്നും വേണ്ട. ഇത് കണ്ട് കൃത്യമായിട്ട് നമുക്ക് ഈ സാധനം നമ്മുടെ കൂടെ വരും, സൗണ്ട് പോലും കേൾക്കാതെ. അപ്പൊ നമ്മൾ ഈ ചാര അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ നമ്മൾ വെറുതെ ഇട്ടിരിക്കുക. സ്റ്റിയറിംഗിൽ ഇല്ലെങ്കിൽ നമുക്ക് എത്രയും വേണമെന്നറിയില്ല. സ്റ്റിയറിംഗിൽ പിടിക്കുമ്പോൾ അറിയാം അത് മുൻപോട്ടാണോ ബാക്കിലേക്കാണോ വരാനുള്ളത്. അപ്പൊ സ്റ്റിയറിംഗിലും പിടിച്ചോണ്ട് വേണം എന്ത് ചെയ്യാൻ, നിങ്ങളെ ചാരും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ബ്രേക്ക് ചവിട്ടി സ്റ്റിയറിംഗ് പിടിച്ചു, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു, ചാര് അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ക്ലച്ച് ചവിട്ടി ന്യൂട്രലാക്കി വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ രണ്ട് സൈഡിലെ മിററുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. എന്തിനാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ബേസ് മോഡൽ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഉള്ളത് കൊണ്ടാണ്. നമുക്ക് ആദ്യമേ കയറിയെന്ന് സീറ്റ് പറ്റി വിട്ടു പോയി മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വണ്ടി ഒരേ രീതിയിലല്ലാത്തതുകൊണ്ട് പ്രീമിയം വണ്ടിയൊക്കെ ഉണ്ടാകും. അപ്പൊ ആ സമയത്ത് മിറർ അഡ്ജസ്റ്റ് ചെയ്യണമെന്നില്ല. കാരണം പലരും എന്ത് ചെയ്യും, സീറ്റ് പറ്റി വിട്ട് പഠിപ്പിച്ച രീതി വെച്ച് പോയി സീറ്റ് പറ്റി വിട്ട് പോയി മിററെ പോയി തപ്പും. അപ്പൊ ഈ മിററെ തപ്പെന്ന് പറഞ്ഞാൽ അത് കംപ്ലൈന്റ് ആയെന്ന് ഓർക്കും. കംപ്ലൈന്റ് ആയതല്ല, കാരണം അത് പ്രീമിയം വണ്ടി ആയതുകൊണ്ട് അത് വർക്ക് ആകത്തില്ല, സ്റ്റാർട്ട് ആകാതെ. അതുകൊണ്ടാണ് നമ്മൾ ആ ഓർഡർ പ്രകാരം ചെയ്യുന്നത്. വാഹനം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം മിറർ അഡ്ജസ്റ്റ് ചെയ്താൽ എന്തെങ്കിലും പ്രീമിയം വണ്ടിയൊക്കെ വണ്ടി നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം പിന്നെ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. അതിനുശേഷം നമുക്ക് സീറ്റ് ബെൽറ്റ് ഇടണം. കാരണം നമ്മൾ ഇനി ഓടാൻ പോവുകയാണ്. അപ്പൊ ഇതുവരെ നമുക്ക് സീറ്റ് ബെൽറ്റ് ഇട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് കൈയും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഗിയർ മിറർ ഒക്കെ ചെയ്യാനുള്ളതുകൊണ്ട് നമുക്ക് കഴിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഓടാൻ പോവുകയാണ്, നമുക്ക് സീറ്റ് ബെൽറ്റ് അത്യാവശ്യമാണ്. വണ്ടി അനക്കാൻ പോവാണ്.
ഈ ചുമ്മാ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുന്ന വണ്ടി സീറ്റ് പറ്റില്ല ആരും നമുക്ക് പെറ്റി അടിച്ചു തരുമോ, നമുക്ക് പ്രശ്നമില്ല. വണ്ടി റണ്ണായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ബെൽറ്റ് ഇല്ലെന്നെങ്കിൽ നമുക്ക് പെറ്റി ചെയ്താൽ നമ്മുടെ കുറ്റമാണ്. അപ്പൊ നമുക്ക് വണ്ടി ഓടിക്കാനായതുകൊണ്ട് നമുക്ക് സീറ്റ് ബെൽറ്റ് ആവശ്യമാണ്. ഇപ്പൊ സീറ്റ് ബെൽറ്റ് ഇട്ടു, കാരണം ഇനി വണ്ടിയിൽ നമുക്ക് പ്രത്യേകിച്ച് വണ്ടിയിൽ ഒന്നും ചെയ്യാനായിട്ട് ഇല്ല, എല്ലാം നമ്മൾ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിക്കേറ്റർ കൊടുക്കുന്നതിനേക്കാൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കേസ്, നമ്മൾ ബാക്കിൽ വരുന്ന വണ്ടിയുടെ സൈഡ് നമ്മുടെ സൈഡ് തന്നെ ആയതുകൊണ്ട് നമ്മൾ മിററിൽ നോക്കുക എന്നുള്ളതാണ്. കാരണം മിററിൽ നോക്കുമ്പോൾ ഒരു വണ്ടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ കിട്ടി ഇൻഡിക്കേറ്റർ കത്തിക്കുന്നതിൽ അർത്ഥവും ഇല്ല. മിററിൽ നോക്കുമ്പോൾ വണ്ടി ഇല്ല എങ്കിൽ നമുക്കിങ്ങനെ പിന്നെ നമ്മൾ വേറെ ഈ മിററിൽ നോക്കുമ്പോൾ വണ്ടി എന്തെങ്കിലും ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിക്ക് നമ്മൾ സാധാരണ ഇൻഡിക്കേറ്റർ കൊടുക്കുന്നത്, അല്ല മുമ്പിൽ നിന്ന് വരുന്ന വണ്ടിക്കല്ല. അപ്പൊ നമ്മൾ മിററിൽ നോക്കുമ്പോൾ വണ്ടി വരുന്ന കാണുന്നുണ്ട്, മിററിൽ നോക്കുമ്പോൾ വരുമ്പോൾ വണ്ടി കാണുന്നുമില്ല. പിന്നെ നമുക്ക് മിററിൽ കാണാത്ത വണ്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കേസ് മിററിൽ നോക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു ഇൻഡിക്കേറ്റർ ഇട്ടോട്ട് തെറ്റല്ല. നമ്മൾ ബ്രേക്ക് ചെയ്ത് മാറ്റുന്നതിന് മുമ്പ് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉപ്പ് വരുത്തണം നമ്മൾ ബാക്കിൽ നിന്ന് വണ്ടി ഉണ്ടെന്ന്. കാരണം ബാക്കിൽ നിന്ന് വരുന്ന വണ്ടി നമ്മുടെ സൈഡ് തന്നെ ആയതുകൊണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ കാണുന്ന ഒരു 90% ആർക്കും അറിയത്തില്ല ഈ വീൽ എങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണെന്നുള്ളത്. പലരും എന്ത് ചെയ്യും, ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് പെട്ടെന്ന് അങ്ങ് എടുക്കാൻ നോക്കും, എന്ത് ചെയ്യും, പോയി തട്ടും. ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിയുടെ നമ്മുടെ സൈഡ് തന്നെ ആയതുകൊണ്ട്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് ഒരു ഇൻഡിക്കേറ്റർ കൊടുക്കുന്നതിനേക്കാളും പ്രാധാന്യമായിട്ട് മിററിൽ നോക്കി വണ്ടിയില്ല. ഇപ്പൊ തന്നെ വണ്ടി വരുന്നേ ഇല്ല. അപ്പൊ ഞാൻ വെറുതെ ഇൻഡിക്കേറ്ററിന്റെ കാര്യമില്ല, മിററിൽ നോക്കി വണ്ടിയില്ലെന്ന് ഉറപ്പ് വരുത്തി ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുക്കുക കേട്ടാ. കാരണം നമ്മൾ ഒരു ബ്രേക്ക് എന്തിനാണെന്നും ക്ലച്ച് എന്തിനാണെന്നും സ്റ്റിയറിംഗ് എന്തിനാണെന്നും ഗിയർ എന്തിനാണെന്നും ആക്സിലേറ്റർ എന്തിനാണെന്നും കൃത്യമായ കാര്യങ്ങൾ ഓരോന്നിനെ പറ്റി ഞാൻ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് തുടക്കക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ഇതിനകത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് ജോ ഡ്രൈവിംഗ് എന്ന ചാനലിൽ തന്നെ. നിങ്ങൾ അതിനകത്ത് കയറി ആ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി. ഇപ്പം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ ലൈംഗി ആയി പോയെന്നുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. അപ്പൊ നമുക്ക് ബ്രേക്ക് എന്ന് പറഞ്ഞപ്പോൾ നിർത്താനും സ്ലോ ചെയ്യാനും മതി. അപ്പൊ നമുക്കിപ്പോ എടുക്കേണ്ട സമയത്ത് ബ്രേക്കിന്റെ ആവശ്യം ഇല്ല. പലരും കാണിക്കുന്ന പരിപാടി എന്ന് വെച്ചാൽ ഈ ബ്രേക്ക് കാല് വെച്ച് ക്ലച്ചാൽ അങ്ങ് എടുക്കും, എന്ത് ചെയ്യും, വണ്ടി ഇടിച്ച് ഓഫ് ആയിക്കൊണ്ടിരിക്കും. എടുക്കുന്ന വണ്ടിക്ക് നമുക്ക് എന്തിനാ ബ്രേക്ക്, ഈ നിർത്തുന്ന വണ്ടിക്കും സ്ലോ ചെയ്യേണ്ട വണ്ടിക്കും പോരെ. അപ്പൊ നമ്മൾ അതിനെപ്പറ്റി ഓരോന്നിനെ പറ്റിയും ഒരു വ്യക്തത വരുത്തണം. സ്റ്റിയറിംഗ് എന്തിനാണെന്നും ക്ലച്ച് എന്തിനാണെന്നും ബ്രേക്ക് എന്തിനാണെന്നും ഗിയർ എന്തിനാണെന്നും ഒക്കെ നമ്മൾ വ്യക്തത കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൈയും കാലും എന്ത് ചെയ്യും, അതിൽ പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കുകയും മാറേണ്ട സമയത്ത് മാറുകയും ചെയ്യും. ഇപ്പൊ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു, ഞാൻ വണ്ടി എടുത്തതിന് ശേഷം ഞാൻ സെക്കൻഡ് വിട്ടു, തേർഡ് വിട്ടു, അതിനിടയ്ക്ക് ഇപ്പൊ ഞാൻ സ്ലോ ചെയ്തിട്ട് ഞാൻ സെക്കൻഡ് ഗിയർ ആക്കി. അപ്പൊ നമ്മളൊരു വണ്ടി എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ തന്നെ വേണം എന്ത് ചെയ്യാൻ, വാഹനം എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു റൺ ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ഗിയർ. ജീവനായി കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഗിയർ ഇടാം. ഇപ്പൊ എനിക്ക് ചെറിയൊരു കയറ്റമാണ്, അപ്പൊ നമുക്ക് റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ നമ്മളൊരു വാഹനം ഓടിക്കുക. അപ്പൊ നമുക്കിപ്പോ എല്ലാ ഗിയറും ഇട്ടുകൊണ്ട് നമ്മൾ ഇന്ന് 5 ഗിയർ ഇട്ടാൽ മാത്രം ഡ്രൈവർ ആവണമെന്നില്ല. നമ്മളിപ്പം ഒരു 2 കിലോമീറ്റർ ഉണ്ട്, അവിടം വരെ ഇപ്പം സെക്കൻഡിൽ തന്നെ പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ തേർഡിൽ തന്നെ പോകാൻ പറ്റുമോ, 5 ഗിയർ ഇടണ്ടേ എന്നൊക്കെ ചിലക്ക് തെറ്റിദ്ധാരണയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കൈകാലം കൊണ്ട് വഴക്കം വരുന്നതിനനുസരിച്ച് നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഗിയർ ഇടുന്നതാണ്. ഇപ്പൊ എനിക്ക് ഫ്രണ്ടിൽ ഒരു ഹമ്പുണ്ട്, ഞാൻ സെക്കൻഡ് ഗിയറിലാണ്, ചെറിയൊരു കയറ്റം കൂടെയാണ്. എന്ത് ചെയ്യുന്നു, ആക്സിലേറ്ററിന് കാല് ചെറുതായിട്ട് ക്ലച്ചൂടെയും ചവിട്ടി, അതിന്റെ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്തു, ആ ക്ലച്ച് ചവിട്ടിയതിന്റെ കൂട്ടത്തിൽ ഫ്രണ്ട് വീൽ ഇറങ്ങിയപ്പോഴേ ഞാൻ ക്ലച്ചിന്റെ കാലെടുത്ത് ചെറുതായി ആക്സിലേറ്റർ കൊടുക്കുന്നു. കാരണം ചെറിയൊരു കയറ്റം കൂടെ ആയതുകൊണ്ട് താങ്ങി കയറണം. ഇപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ വീണ്ടും ഉണ്ടോണ്ട് ഞാൻ ക്ലച്ച് ചവിട്ടിയതിന്റെ കൂട്ടത്തിൽ ചെറുതായിട്ട് ബ്രേക്ക് കൂടെ വെച്ച് ബ്രേക്കിൽ നിന്ന് പെട്ടെന്ന് മാറി ക്ലച്ചിൽ എടുത്തുകൊണ്ട് വരുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ചെറുതായി ആക്സിലേറ്റർ. കാരണം വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ക്ലച്ചിൽ എടുത്താൽ വണ്ടി അങ്ങ് കുതിച്ച് ചാടി അങ്ങ് പോകും. ബാക്കി ഇരിക്കുന്നവർ ബാക്കിലെ വീൽ ഇറങ്ങാത്തത് കൊണ്ട് എന്ത് ചെയ്യും, ചാട്ടം ഉണ്ടാകും. അപ്പൊ നമുക്ക് ആ അധികം സ്പീഡ് കൂട്ടാതെ, അതായത് ക്ലച്ചിൽ നിന്ന് മുകളിലേക്ക് വരുന്നതനുസരിച്ച് സ്പീഡ് കൂടുതലായിരിക്കും. അപ്പൊ ആ സ്പീഡ് കൂടാതെ തന്നെ ഓഫ് ആകാതെ തെറിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആക്സിലേറ്റർ ചെറുതായിട്ടൊന്ന് താങ്ങി കൊടുക്കുന്നത്. ആക്സിലേറ്റർ നമ്മൾ ഒരുപാട് കൊടുക്കുന്നതിനനുസരിച്ച് വണ്ടിക്ക് സ്പീഡ് കൂടത്തുള്ളൂ. അപ്പം ഈ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ക്ലച്ചിൽ നിന്ന് ഒരുപാട് പോയില്ല എന്നുണ്ടെങ്കിൽ വാഹനം നമ്മുടെ കയ്യിൽ നിന്നും പോകുകയല്ല. പലർക്കും പേടി എന്താ, ഈ ഒരു വീഡിയോ കാണുന്ന ഒരു 90% ആൾക്കാർക്കും പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയറ്റത്ത് ആക്സിലേറ്റർ കൊടുക്കാനാണ്. നമുക്ക് തന്നെ അറിയാം, ഒരു നിരപ്പത്ത് കിടക്കുന്നതിന്റെ അത്രയും പെട്ടെന്നൊരു വണ്ടി, അല്ലെങ്കിൽ ഇറക്കത്തോടെ വരുന്ന പെട്ടെന്നൊരു വണ്ടി എന്തായാലും കയറ്റത്തോടെ എന്തായാലും കയറി വരികയില്ല. അപ്പൊ പലർക്കും പേടി വരാനുള്ള കാരണം ഏറ്റവും കൂടുതലും പേടി എന്താ, കയറ്റത്തോടെ ഒരു ആക്സിലേറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കൃത്യമായിട്ട് അതിന്റെ കൺട്രോൾ കിട്ടാത്തതുകൊണ്ടാണ് ആ പേടി ഉണ്ടാകാനുള്ള കാരണം. ഇപ്പൊ നമുക്ക് 2 സൈഡിലും വണ്ടി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കഴിയുന്നൊക്കെ അങ്ങനെ കൈ കൊണ്ടും കാലും കൊണ്ടും നമുക്ക് ചെയ്യാൻ കഴിയത്തൊക്കെയുള്ള സ്പീഡിൽ മാത്രമേ പോകും. ഇപ്പൊ നമ്മുടെ 2 വണ്ടികളുണ്ട്, ഞാൻ ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടി സെക്കൻഡ് കയറാൻ വണ്ടി നിന്നിട്ടില്ല. എന്നിട്ട് ഞാൻ പതിയെ അങ്ങോട്ട് എടുക്കുകയാണ്, ബ്രേക്ക് ഒന്ന് മാറ്റി ക്ലച്ച് ഒന്ന് മെല്ലെ എടുക്കുകയാണ്. കാരണം നിന്നിട്ടില്ല എങ്കിൽ, അതായത് വണ്ടിക്ക് ചെറിയൊരു ജീവനുണ്ട്, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ആക്കി പോകാം. അല്ലാതെ വണ്ടി നിന്നിട്ടുണ്ടോ, ഇപ്പൊ ആ വണ്ടികൾ വന്നപ്പം നമ്മുടെ വണ്ടി നിന്നെങ്കിൽ നമുക്ക് ആ സമയത്ത് ഫസ്റ്റ് ഗിയർ തന്നെ ഇട്ട് കൊടുക്കണം, അല്ലാതെ വരുന്ന ഗിയറിൽ എടുക്കണ്ട. കാരണം ഇത് പറയാനുള്ള കാരണം, ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് പലർക്കും എന്ത് ചെയ്യും,
ഉള്ള ഗിയർ അങ്ങ് ഇടും. എന്നിട്ട് ഒരു വണ്ടിയെ കണ്ടു കഴിയുമ്പോൾ രണ്ട് സൈഡിലും ഗ്യാപ്പില്ല ചവിട്ടിട്ട് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് വെപ്രാളം ധൃതിയും കാരണം എന്ത് ചെയ്യും, ഈ കിടക്കുന്ന ഗിയറിൽ എടുക്കാൻ നോക്കും. എന്ത് സംഭവിക്കും, വണ്ടി ഇടിച്ച് ഓഫ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മളൊരു വണ്ടിയുടെ സ്പീഡിനനുസരിച്ച് നമ്മൾ ഗിയർ ഡൗൺ ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യാം, പഠിച്ചതിന് ശേഷമേ നമുക്ക് അടുത്ത ഒരു ഗിയർ ഇടാൻ വേണ്ടി നിങ്ങൾ പഠിക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ആകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ അതിൽ തന്നെ ഓടിക്കുക. വീണ്ടും എന്ത് ചെയ്യുക, നിങ്ങൾ ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ സെക്കൻഡ് ഗിയർ ഇട്ടതിന് ശേഷം നിങ്ങൾ വീണ്ടും സൈഡ് ചേർന്ന് നിർത്തി എടുത്ത് നോക്കുക. അപ്പൊ നമുക്ക് ആ കൺട്രോൾ നിർത്താനും കഴിയും, എടുക്കാനും കഴിയും. അതുപോലെ തന്നെ ആ ഫസ്റ്റിലും സെക്കൻഡും നമുക്ക് എത്രത്തോളം സ്പീഡ് വരുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ബാലൻസ് ആകും. അതിനുശേഷം നമ്മൾ തേർഡ് ഗിയർ ഇടുകയും അതിനുശേഷം ആ തേർഡ് ഗിയർ ഇട്ടതിന് ശേഷം വീണ്ടും സ്ലോ ആകുന്നതിനനുസരിച്ച് ഗിയർ ഒന്ന് ഡൗൺ ചെയ്യുകയും. അപ്പൊ ഇങ്ങനെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല പ്ലെയിനായ സ്ഥലങ്ങളിൽ, വലിയ വളവുകളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ആ പ്രാക്ടീസ് ചെയ്യുന്ന പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള കാരണം, നിങ്ങൾ ഇതുപോലെ ഗിയർ ഇടുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ ഗിയർ നോക്കി എന്ത് ചെയ്യരുത്, ഗിയർ ഇടരുത്. നമുക്ക് ഏത് ഗിയറിലോട്ടാണ് അടുത്ത് ഇടുന്നത് നമ്മൾക്ക് അതിന് ബോധ്യമാണ്. ഇപ്പൊ എന്റെ വണ്ടി തേർഡ് ഗിയറിലാണ്, എനിക്ക് സെക്കൻഡ് ആക്കണം. എന്ത് ചെയ്യണം, സെക്കൻഡ് എവിടെ കിടക്കാൻ നമുക്കൊരു ബോധ്യം വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ക്ലച്ച് ചവിട്ടി സ്ട്രെയിറ്റ് എടുത്ത് ന്യൂട്രൽ വന്നു, സൈഡ് ചേർത്ത് ഇട്ടു സെക്കൻഡ് ഗിയർ. കേട്ടോ, അപ്പൊ നമ്മൾ ഇടുന്ന സമയത്തെല്ലാം നമ്മൾ സമയം എടുത്ത് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ ഇടാൻ വേണ്ടിയിട്ട്. നിങ്ങളല്ലാതെ ആ ഗിയറിലേക്ക് എടുത്ത് പെട്ടെന്ന് ഒരു വണ്ടിയെ കണ്ടിട്ട് പെട്ടെന്ന് വെള്ളപ്പെള്ളം തിരുത്തി വെച്ച് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിലോട്ട് അതിലേക്ക് നമുക്ക് കൺട്രോൾ കിട്ടാതെ പോകും, സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റിപ്പോവുക ചെയ്യുന്നതിന്റെ കാരണം അതാണ്. അപ്പൊ നമുക്കൊരു ക്ലച്ച് ചവിട്ടിയതിന് ശേഷം നമ്മൾ ഏത് ഗിയറിലേക്ക് ഇടുന്നുള്ള ബോധ്യത്തോടു കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ നമുക്ക് ഗിയർ ഇടാനും സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാതെ നമുക്ക് എന്ത് ചെയ്യാം, വണ്ടി ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട്, അതിനൊരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാനിത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്റെ ഈ ഒരു ചാനലിൽ വന്ന് നിങ്ങൾക്ക് ഡ്രൈവിംഗ് സംബന്ധമായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ മറുപടി തരുന്നതായിരിക്കും. സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയെന്നുള്ളതും അത് കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.